നമ്മുടെ പാറ്റകളുടെ പ്രതിഷേധത്തിന് ബംഗ്ലാദേശിലെ കലാപകാരികളും സപ്പോർട്ടായിട്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട്. അതായത് ഗവൺമെന്റ് ഇന്റർനെറ്റ് കട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏത് മാപ്പ് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഇന്റർനെറ്റിന്റെ സഹായമില്ലാതെ, അതുപോലെ തന്നെ ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് റേഡിയോ കേൾക്കാം, അതുപോലെ എന്തൊക്കെയാണ് കയ്യിൽ കരുതേണ്ടത്, എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത്, ഒന്നിച്ച് അവർ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങൾ ബംഗ്ലാദേശിൽ ഇങ്ങനെയൊക്കെയാ ചെയ്തേ, ഞങ്ങൾ ബംഗ്ലാദേശിൽ അങ്ങനെയൊക്കെയാ ചെയ്തേ എന്നൊക്കെ പറഞ്ഞിട്ട് ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും സോഷ്യൽ മീഡിയയിൽ കുളം കലക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഇവരുടെയൊക്കെ അക്കൗണ്ടുകളിൽ കയറി തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ്. പക്കാ പാകിസ്ഥാനികളും ബംഗ്ലാദേശികളുമാണ്. അത് നിങ്ങൾക്ക് ആർക്കും പരിശോധിക്കാം. ഇങ്ങനെയുള്ള ഹിന്ദി വീഡിയോകളുടെ കമന്റ് ബോക്സിലാണ് പ്രത്യേകിച്ച് കേട്ടോ. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കമന്റ് ബോക്സ് ഉണ്ടല്ലോ, ഈ CJPയുടെ ഈ മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോകളും അതിന്റെ കമന്റ് ബോക്സുകളിലും പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പാകിസ്ഥാനികളെയും ബംഗ്ലാദേശികളെയും യഥാർത്ഥ വേഷത്തിലും വേഷപ്രച്ഛന്നരായും ഒക്കെ നിങ്ങൾക്ക് കാണാം. ഇനി എന്നെ അതിശയിപ്പിക്കുന്ന ചില മലയാളികളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് ഓൺലൈൻ റെഫറൻസ് എടുക്കാനായിട്ട് ശ്രമിച്ച സമയത്ത് നമ്മുടെ ഒരു മലയാളം കമന്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ കമന്റ് ഞാൻ ഇവിടെ ഒന്ന് വായിക്കാം. CJP കൊണ്ടുവന്ന സമരത്തെ കോൺഗ്രസ് ബുദ്ധിപൂർവ്വം ഹൈജാക്ക് ചെയ്തു. CJP എന്നുള്ളത് BJPയുടെ B ടീമാണ്. കാര്യങ്ങൾ കൈവിട്ടു പോയപ്പോൾ ഇനി കിടന്ന് കരഞ്ഞോ? ഈ സമരം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ കർഷകർക്ക് കൈമാറിയിരിക്കുന്നു. ഇന്ത്യയുടെ രണ്ടാം സ്വാതന്ത്ര്യ സമരം കർഷകർ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഹരിയാനയിലെ ശംഭു ബോർഡർ ഭേദിച്ച് കർഷകർ ഡൽഹിയിൽ എത്തുന്നതോടുകൂടി ഇന്ത്യൻ പ്രധാനമന്ത്രി രാജിവെക്കേണ്ടി വരും. മറിച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ 2031 ഡിസംബറിൽ ഇന്ത്യൻ യൂണിയൻ ഉണ്ടാകില്ല എന്നൊക്കെയാണ് കമന്റ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊരു ചെറിയ ഉദാഹരണമാണ് കേട്ടോ. നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകളുടെയൊക്കെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ അങ്ങനെയൊക്കെയാണ്. ഇന്ത്യൻ യൂണിയനെ പല കഷ്ണങ്ങളാക്കണം, ഇല്ലെങ്കിൽ മോദി രാജിവെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയെ പല കഷ്ണങ്ങളാക്കും, സൗത്ത് ആക്കും, നോർത്ത് ആക്കും. എന്തൊക്കെ കമന്റുകളാണ് സോഷ്യൽ മീഡിയ കാണുന്നത്. ഇതിനിടയിൽ മറ്റേ ലോക ഭീകരവാദിയായിട്ടുള്ള അമേരിക്കയിൽ ഇരിക്കുന്ന ഖാലിസ്ഥാനി സിഖ് ഫോർ ജസ്റ്റിസിന്റെ ഗുർപന്ത്വങ് സിംഗ് പന്നു എന്ന് പറഞ്ഞ ആ ഒരു ഡാഷ് വന്നിട്ടുണ്ട്. അയാൾ പറയുന്നത് ഇന്ത്യയെ പല പല പീസുകളാക്കി മാറ്റണം എന്നാണ്. അയാളുടെ വീഡിയോ മെയിൻ സ്ട്രീം മീഡിയാസ് ഇപ്പോൾ വാർത്ത കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അയാൾ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. CJPക്ക് പിന്തുണയുമായിട്ട് $1 മില്യൺ സപ്പോർട്ടായിട്ട് അയാൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യ വിരുദ്ധ ശക്തികളെല്ലാം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ത്യക്കെതിരെ ഒന്നിക്കുകയാണ്. ഇന്ത്യയിൽ ഉണ്ടാവുന്ന ചെറിയ മൂവ്മെന്റുകളെ വലുതാക്കി മാറ്റിയിട്ട് രാജ്യത്തെ തകർക്കാനായിട്ട് അതിനെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ഇവരെല്ലാം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, നോക്കുകയാണ്. മോദി ഭരണത്തോട് അതൃപ്തിയുള്ള ഇന്ത്യയുടെ ഉള്ളിൽ തന്നെയുള്ള ആളുകൾ, മലയാളികൾ ഉൾപ്പെടെ നേരത്തെ കമന്റ് ചെയ്ത് അയാളുടെ പേര് നമുക്ക് വെച്ചിട്ടൊന്നും ആരെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പേരൊക്കെ വ്യാജമായിരിക്കാം. സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി ഒരു പേരിട്ട് ആര് വേണേലും വരാം. അപ്പൊ അതുകൊണ്ട് ആ പേര് ഒറിജിനൽ ആണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അതിന്റെ താഴെ വേറൊരാൾ മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കമന്റ് വന്നത് 24 ന്യൂസ് കോൺഗ്രസിന്റെ സമരം ആത്മാർത്ഥത ഇല്ലാത്തത്, സ്വന്തം അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗീതാഞ്ജലി ഉണ്ടല്ലോ, നമ്മുടെ സോനത്തിന്റെ ഭാര്യ, അവരങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത കൊടുത്തു. അതിന്റെ താഴെ വന്ന കമന്റാണ് ഞാനിവിടെ വെച്ചത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഈ സംഭവത്തിന്റെ മറവിൽ നടക്കുന്നത് എന്ന്. ഇവിടെ നീറ്റിനെ കുറിച്ചും വിദ്യാർത്ഥികളെ കുറിച്ചും ആണോ സംസാരം, അതോ മോഡിയെ എങ്ങനെ താഴെ ഇറക്കാമെന്നാണോ? ബംഗ്ലാദേശികൾ വന്നിരുന്ന് ഉപദേശിക്കുകയാണ്. കാരണം അവിടെ കലാപം നടത്തി വിജയിച്ചവര് ഇന്ത്യക്കാർക്ക് ഉപദേശം കൊടുക്കുകയാണ്. എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, സോഷ്യൽ മീഡിയ കാണുന്നതൊന്നും കണ്ട് നിങ്ങളാരും വിശ്വസിക്കരുത്. AI കാലഘട്ടമാണ്. നിങ്ങൾ കാണുന്ന വീഡിയോകൾ ശരിയാകണമെന്നില്ല. എൻ്റെ ഈ വീഡിയോ പോലും കണ്ട് നിങ്ങൾ വിശ്വസിക്കരുത്. ഏതൊരു കാര്യം നിങ്ങളുടെ മുമ്പിൽ വന്നാലും പലതവണ നിങ്ങൾ അതിൻ്റെ സോഴ്സ് വെരിഫൈ ചെയ്ത് മാത്രമേ വിശ്വസിക്കാവൂ. കാരണം ഇന്ന് നമ്മൾ ഇന്ത്യക്കാർ മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ നമ്മുടെ ഭാഷ, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ സ്ഥലങ്ങൾ, ഇതെല്ലാം അറിയാവുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ബംഗ്ലാദേശികൾക്ക് ഇന്ത്യ എന്ന് പറയുന്നത് അറിയാത്ത നാടൊന്നുമല്ല, നേപ്പാളികൾക്ക് അറിയാത്ത നാടല്ല, ശ്രീലങ്കക്കാർക്ക് അറിയാത്ത നാടല്ല, പാകിസ്ഥാനികൾക്ക് അറിയാത്ത നാടല്ല. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ തന്നെ നമുക്ക് നമ്മുടെ ശത്രുക്കളും ഉണ്ടാവാം. ഇവർ ഈ അവസരത്തെ ഉപയോഗിക്കും. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ലോകത്തിന്റെ ഏത് കോണിലിരിക്കുന്ന ആർക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ഇന്ത്യൻ വംശജരായിട്ടുള്ള ഇന്ത്യ വിരോധികൾ എവിടെയെല്ലാം ഉണ്ട്. പണ്ട് സിഖ് കലാപം നടന്ന സമയത്ത് ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്തു പോയ ഒരുപാട് പേര് യൂറോപ്പിലും അമേരിക്കയിലുമുണ്ട്. ഇന്ത്യയെ തകർക്കുക എന്നത് അവരുടെയും ഉദ്ദേശമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സോഷ്യൽ മീഡിയ കാണുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കരുത്. ഇന്ത്യക്കാരെ തമ്മിലടിപ്പിക്കാൻ
പലതരം കളികൾ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട്, ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ ഇരുന്നു കൊണ്ട്, അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഇരുന്നു കൊണ്ട് പലരും കളിക്കും. വളരെ ജാഗ്രത കാണിക്കേണ്ട ഒരു സമയമാണിത്. അപ്പൊ അതുകൊണ്ട് കലാപം നടത്തി ഇന്ത്യയെ പല കഷ്ണങ്ങളാക്കുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം. നോക്കൂ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഒരു പൊട്ടൻഷ്യൽ സൂപ്പർ പവർ രാജ്യമാണ്. നമ്മുടെ രാജ്യം ഒരു 10-25 വർഷം കൊണ്ട് ഇന്നത്തെ ചൈനയേക്കാൾ ശക്തമാകാൻ സാധ്യതയുള്ള ഒരു രാജ്യമാണ്. എക്കണോമിക്കലി ആണെങ്കിലും മിലിറ്ററി പരമായിട്ടാണെങ്കിലും. ശരിക്കും ഇന്ത്യ ചെക്ക് വയ്ക്കുന്നത് അമേരിക്ക എന്ന് പറയുന്ന ലോക പോലീസിന് പോലുമാണ്. നമ്മൾ നാളത്തെ ഒരു മഹാശക്തിയാണ്. ജനസംഖ്യ കൊണ്ടും ജിയോഗ്രഫി കൊണ്ടും വലിപ്പം കൊണ്ടും സാങ്കേതിക വിദ്യ കൊണ്ടും പാരമ്പര്യം കൊണ്ടും പൈതൃകം കൊണ്ടും ചരിത്രം കൊണ്ടും എല്ലാം തന്നെ ലോകത്തെ ഒരു മഹാശക്തിയായിട്ട് നിൽക്കേണ്ട ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പൊ നമ്മളെ പലരും ഭയപ്പെടുന്നുണ്ട്. നമ്മളെ പല കഷ്ണങ്ങളാക്കിയാണ് ബ്രിട്ടീഷുകാർ 200-300 വർഷത്തോളം ഭരിച്ചത്. നമ്മളത് തിരിച്ചറിഞ്ഞത് എത്ര വൈകിയാണെന്ന് ആലോചിച്ച് നോക്കണം. ഇനി ആ തെറ്റ് പറ്റരുത്. നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളെ മുതലെടുത്ത് വേറെ ശക്തികൾ ഇടപെട്ട് അതിനെ നമുക്കെതിരെ തന്നെ അവർ ഉപയോഗിക്കാൻ ഒരു അവസരം നമ്മൾ കൊടുക്കരുത്. അവരുടെ എല്ലാം ലക്ഷ്യം ഇന്ത്യയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മോദി ഭരിച്ചപ്പോഴും അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കോൺഗ്രസ് ഭരിച്ചപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയെ തകർക്കാൻ ശ്രമിച്ചത് ആരാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയെ തകർക്കാനായിട്ട് വിദേശ ശക്തികൾ ശ്രമിച്ചത്? ഇന്ദിരാഗാന്ധിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വന്ന സാഹചര്യം എന്താണ്? എങ്ങനെയാണ് കലാപം ഉണ്ടായത്? എങ്ങനെയാണ് സിഖ് കലാപം ഇന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ടത്? എങ്ങനെയാണ് ഇന്ദിരാഗാന്ധിക്ക് ജീവൻ നഷ്ടമായത്? രാജീവ് ഗാന്ധിക്ക് എങ്ങനെയാണ് ജീവൻ നഷ്ടമായത്? വിദേശ ശക്തികൾ ഇന്ത്യയിൽ പല കാലങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. ഹോമി ജെ ഭാഭയെ കൊന്നതാരാണ്? ഇന്ത്യയുടെ ആണവ ശാസ്ത്രജ്ഞൻ. നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് എന്താണ് സംഭവിച്ചത്? ഇതിന്റെ എല്ലാം പുറകിൽ വലിയ ശക്തികളുണ്ട്. നമ്മുടെ രാജ്യത്തെ എന്നും ഒരു ആശങ്കയോടെ ലോകം നോക്കിയിട്ടുണ്ട്, ലോക ശക്തികൾ നോക്കിയിട്ടുണ്ട്. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഒരു വലിയ ശക്തിയാകുമെന്നും ഭയപ്പെടുന്നുണ്ട് അവര്. അതുകൊണ്ട് നമ്മളെ തകർക്കാനുള്ള ഒരവസരവും അവരില്ലാതാക്കില്ല. ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഇന്ത്യയിൽ പിടിമുറുക്കിയത്? ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്ന രാജ്യത്തെ വഞ്ചിച്ച ഒരു സമൂഹത്തിന്റെ പിന്തുണയോടെയാണ്. ഇന്ത്യക്കാരെ ഒറ്റുകൊടുത്തവർ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷുകാരനെ ഇവിടെ വരുമായിരുന്നില്ല. ഇന്നും നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന, രാജ്യത്തെ പല കഷ്ണങ്ങളാക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ രാജ്യത്തുണ്ട് എന്നതാണ് ഞാൻ നേരത്തെ വായിച്ച കമന്റ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ എന്ന വ്യാജേനെ, വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യാൻ എന്ന വ്യാജേനെ ഒക്കെ ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം നമ്മുടെ രാജ്യത്തിന്റെ തകർച്ചയാണ് എന്നത് നമ്മൾ മറന്നു പോകരുത്. വിദ്യാർത്ഥികളോ കർഷകരോ ആര് വേണമെങ്കിലും അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യട്ടെ. അതിനെ സർക്കാർ സംയമനത്തോടെ തന്നെയാണ് നേരിടേണ്ടത്. പക്ഷെ അതിന്റെ മറവിൽ രാജ്യവിരുദ്ധ ശക്തികളെ ഇടപെടാൻ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.